വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കീം കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ ജൂൺ 10 തീയതി വരെ നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2024-25 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത CBT പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 ജൂൺ 5 മുതൽ ജൂൺ 10 തീയതി വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായിട്ട് 130 പരീക്ഷാ കേന്ദ്രങ്ങളിലും, അതുപോലെ ദുബായ്, ഡൽഹി, മുംബൈ തുടങ്ങിയ ആകെ 133 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് നടക്കുന്നു. എഞ്ചിനീയറിംഗ് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നടക്കുന്നത്. ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ജൂൺ 10 തീയതി ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന പരീക്ഷയ്ക്കാണ് എത്തേണ്ടത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ രാവിലെ 11:30 മുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 3:30 പരീക്ഷയ്ക്ക് ഹാജരാവാനായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 1 മണിക്കും എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇലക്ഷൻ ID, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ്, വിദ്യാർത്ഥി +2 പഠനം പൂർത്തിയാക്കിയ സ്ഥാപന മേധാവി നൽകുന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റഡ് ഓഫീസർ നൽകുന്ന ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ വിദ്യാർത്ഥികൾ കരുതേണ്ടതാണ്. പുതുക്കിയ സമയം രേഖപ്പെടുത്തിയ അഡ്മിറ്റ് കാർഡ് തന്നെ പരീക്ഷാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള സമയക്രമവും റിപ്പോർട്ടിംഗ് ടൈമും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു എഞ്ചിനീയറിംഗ് പരീക്ഷ 5 തീയതി മുതൽ 9 തീയതി വരെയാണ് നടക്കുന്നത്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി പരീക്ഷ അല്ലെങ്കിൽ ഇവ രണ്ടുമാണ് പരീക്ഷ നടക്കുന്നത്. 11:30 മുതൽ 1:30 വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. എക്സാമിനേഷൻ നടക്കുന്നത് 2 മണി മുതൽ 5 മണി വരെയാണ്. അതുപോലെ തന്നെ ഫാർമസി പരീക്ഷ, അതായത് ഫാർമസി ഓൺലി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10 തീയതിയാണ് പരീക്ഷ. 1 മണി മുതൽ 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള റിപ്പോർട്ടിംഗ് ടൈം. എക്സാം നടക്കുന്നത് 3:30 മുതൽ 5 മണി വരെയാണ്. അതുപോലെ കേരളത്തിലെ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജുകളിലേക്കടക്കം പ്രവേശനം കീം 2024 പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടത്തുക. സർക്കാർ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെയും സ്വകാര്യ ലാബുകളെയുമാണ് ഈ ഒരു പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജില്ലകളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ജില്ലാതലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ്, വൈദ്യുതി, KSRTC, അതുപോലെ ആരോഗ്യം തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും സഹായം പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ ഒരു പരീക്ഷ നടത്തുന്നതിന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ സുഗമമായിട്ട് നടത്തുന്നതിനായിട്ട് എല്ലാ ജില്ലയിലെയും ജില്ലാ കളക്ടർമാർ ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുമായിട്ടുള്ള യോഗം വിളിക്കുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കീം 2024 CBT പരീക്ഷയോടനുബന്ധിച്ച് ഉള്ള സംശയ നിവാരണത്തിനായിട്ട് പ്രവേശന കമ്മീഷണറുടെ കാര്യാലയത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന ടെലിഫോൺ നമ്പറുകളിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയങ്ങൾക്കായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.